കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദനമേറ്റ VS സുജിത്തിനെ പിന്തുണച്ച വർഗീസിന് പാർട്ടിയിൽ പ്രമോഷൻ. വർഗീസിനെ DCC എക്സിക്യൂട്ടീവ് അംഗമായി പ്രൊമോട്ട് ചെയ്തതായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. കുന്നംകുളത്തെ കോൺഗ്രസിന്റെ ജനകീയ പ്രതിഷേധ സദസ്സിൽ വെച്ചായിരുന്നു പ്രഖ്യാപനം. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് സുജിത്തിന് സ്വർണ്ണമാല അണിയിച്ചു. നമ്മുടെ വർഗീസിനെ ഒന്ന് അംഗീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ തൃശൂർ DCC എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് അദ്ദേഹത്തെ പാർട്ടി പ്രൊമോട്ട് ചെയ്തിരിക്കുകയാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന സ്വർണ്ണമാല ഈ വേദിയിൽ വെച്ച് സുജിത്തിന് അണിയിക്കുകയാണ്. ജേസൺ ചാമോളപ്പിൽ വിവരങ്ങളുമായി. ജേസൺ, പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെല്ലാം ഇപ്പോൾ സുജിത്തിനെ സന്ദർശിച്ചു കഴിഞ്ഞു. നേരത്തെ KC വേണുഗോപാൽ വന്ന ശേഷം വർഗീസിന് പ്രൊമോഷൻ നൽകും പാർട്ടി എന്നുള്ള കാര്യം പ്രഖ്യാപിച്ചിരുന്നപ്പോൾ ആ നടപടിയാണോ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്? എന്താണ് ഈ ചടങ്ങിന്റെ വിശദാംശങ്ങൾ? സ്മൃതി, ഇന്ന് തൃശ്ശൂരിലെ കുന്നംകുളം പോലീസ് സ്റ്റേഷൻ മുമ്പിലാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും അതുപോലെ തന്നെ T സിദ്ദിഖ് MLA ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധ സദസ്സിൽ പങ്കെടുത്തു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 വർഷമായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട പോരാട്ടം നടത്തുന്ന വർഗീസും അതുപോലെ തന്നെ സുജിത്തും ഈ രണ്ടുപേരുടെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയായി മാറി പ്രതിഷേധ സദസ്സ് എന്നെടുത്ത് പറയേണ്ടി വരും. കാരണം വർഗീസ് ചൊവ്വന്നൂരിനെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായി നിയമിച്ചുകൊണ്ട് KPCC പ്രസിഡന്റ് പൊതുയോഗത്തിൽ വെച്ച് തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നു. മറ്റൊന്ന്, പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം KC വേണുഗോപാലെത്തി സുജിത്തിന് സ്വർണ്ണമോതിരം നൽകിയിരുന്നു. സുജിത്തിന്റെ വിവാഹമാണ് ഈ വരുന്ന 15-ാം തീയതി. ഇന്ന് പൊതുവേദിയിൽ വെച്ച് തന്നെ KPCC പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. DCC പ്രസിഡന്റ് സുജിത്തിന് സ്വർണ്ണമാല സമ്മാനിക്കുമെന്ന് പറഞ്ഞു. DCC പ്രസിഡന്റിന്റെ കഴുത്തിൽ കിടക്കുന്ന സ്വർണ്ണമാലയെടുത്ത് സുജിത്തിന് നൽകിക്കൊണ്ടായിരുന്നു അത്തരം ഒരു ആദരവ് നടന്നത്. ഏതായാലും 2 രീതിയിൽ ഈ ചടങ്ങ് ശ്രദ്ധേയമായി. ഒന്ന്, പ്രതിഷേധം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പ് പോലീസ് നൽകുന്നു. ഈ 4 പോലീസുകാരെയും ഒരു വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറെയും പിരിച്ചുവിടുന്നതുവരെ സമരം തുടരുമെന്ന പ്രഖ്യാപനം നടത്തുന്നു. അതോടൊപ്പം തന്നെ ഈ പോരാട്ടം നയിച്ചവരെ ആദരിക്കുന്നു. ഇത്തരത്തിൽ വളരെ അർത്ഥസമ്പൂർണമായ ഒരു സമര സദസ്സായി മാറുകയായിരുന്നു കുന്നംകുളം പോലീസ് സ്റ്റേഷൻ മുന്നിൽ നടത്തിയ കോൺഗ്രസിന്റെ പ്രതിഷേധ സദസ്സ്. ജേസൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്.